ഹായ്, ജെയ്സൺ ബ്ലോഗ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോയിൽ പറയുന്നത് പഴയ മോഡൽ CRT TV-യിൽ പുതിയ ബോർഡ് കയറ്റിയിട്ട് എങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ഇതിൽ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പഴയ ഒണീഡ കമ്പനിയുടെ TV-യാണ്. നിലവിൽ ആ TV അതിനകത്തുള്ള ബോർഡ് തുരുമ്പെടുത്ത് ദ്രവിച്ച് കുറേ കാലമായി ഉപയോഗിക്കാതെ വെച്ചൊരു TV-യാണ്. അതുകൊണ്ട് തന്നെ അത് ആകെ നശിച്ചിരിക്കുകയാണ്, ഉപയോഗശൂന്യമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബോർഡ് റെഡിയാക്കി എടുക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിലുള്ള മുഴുവൻ ബോർഡ് മാറ്റിയിട്ട് പുതിയൊരു ബോർഡ് ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ആ പഴയ ഉപയോഗശൂന്യമായിരിക്കുന്ന പഴയ മോഡൽ TV-യാണ്, CRT TV-യാണ്. ഇപ്പോൾ ഈ TV ഒന്നും കാണാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം LED TV ആണല്ലോ. LED വന്നത് കൂടെ ഈ TV ഒക്കെ ഔട്ടായി. അപ്പോൾ ഈ TV നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കറണ്ട് ടെക് എന്ന കമ്പനിയുടെ ബോർഡാണ് ഞാനിതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. മാർക്കറ്റിൽ കിട്ടുന്നതിൽ കുറച്ച് നല്ല ബോർഡ് തന്നെയാണിത്. അപ്പോൾ ഈ പുതിയ ബോർഡ് നമുക്ക് ഈ TV-യിലേക്ക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കുന്നതിലേക്ക് കടക്കാം. ഓക്കെ, ഇതാണ് ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്ന ബോർഡ്. പിന്നെ ഒരു സ്വിച്ചൊക്കെ ഉള്ളൊരു ചെറിയൊരു എക്സ്ട്രാ ഫിറ്റിങ്സും കൂടിയുണ്ട്. പിന്നെ കൂടെ തന്നെ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ. ഇതാണ്. പിന്നെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പുതിയൊരു TV തന്നെ ആയി തന്നെ പറയാം. ആ പഴയ TVയിലേക്കകത്തുള്ള ആ തുരുമ്പെടുത്ത് ദ്രവിച്ച എല്ലാ ബോർഡും എല്ലാം മാറ്റി കഴിയുമ്പോൾ ഇത് പുതിയ ബോർഡ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ പുതിയ TV വാങ്ങിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതേ ക്വാളിറ്റി തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ ഈ ബോർഡ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ശേഷം കാണാം. ഓക്കെ, അങ്ങനെ നമ്മുടെ TV അഴിച്ചു. ഇതാണ് TVയുടെ ഉൾവശം. CRT TV, നമ്മുടെ പഴയ മോഡൽ TVയുടെ ഉൾവശം ഇതാണ്. ഈ ബോർഡാണ് നമ്മൾ മാറ്റിയിട്ട് പുതിയത് സ്ഥാപിക്കാൻ പോകുന്നത്. ബോർഡ് കണ്ടത്തിനറിയാം കുറേ ഉപയോഗിക്കാതെ വെച്ചിട്ട് അത് മൊത്തം തുരുമ്പെടുത്ത് കിടക്കുകയാണ്. ഇപ്പോൾ റെഡിയാക്കി എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. അതിൻ്റെ സ്പെയർ പാർട്സ് എല്ലാം കുറേ ഭാഗം കിട്ടാണ്ടൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഈ ബോർഡ് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ TV-യിൽ പുതിയ ബോർഡ് കയറ്റുന്ന പ്രവൃത്തി കഴിഞ്ഞു. ഇതാണ് ആ പുതിയ ബോർഡ്, ഫിറ്റ് ചെയ്തിരിക്കുന്ന പുതിയ ബോർഡാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇത് വർക്ക് കഴിച്ച് കാണിക്കാം. ഓക്കെ, പിന്നെ ഇത് പഴയ പിക്ചർ ട്യൂബാണ്. ഒരു 10 കൊല്ലത്തോളം ഉപയോഗിക്കാതെ വെച്ച ഒരു TV-യാണ്. അപ്പോൾ അറിയാലോ, അപ്പോൾ അതിൻ്റെ പിക്ചർ ട്യൂബ് എല്ലാം ഏകദേശം ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പിക്ചർ ആദ്യം കുറച്ച് ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും, പിന്നീട് അത് തെളിഞ്ഞ് വരും. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ TVയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 10 കൊല്ലത്തോളം ഉപയോഗിക്കാതെ വെച്ച TV-യാണ്. ഇതിനകത്ത് ബോർഡ് മുഴുവൻ ദ്രവിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ട് പുതിയ ബോർഡ് ഫിറ്റാക്കിയതിന് ശേഷമുള്ള ഇതാണ് നമ്മൾ കാണുന്നത്. ബോർഡ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കുറേ നേരം വീഡിയോ നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണുന്നവർക്ക് ബോറടിക്കും ചെയ്യും. അതുകൊണ്ടാണ് കണക്ട് ചെയ്യുമ്പോഴുള്ള വീഡിയോസ് എടുക്കാതിരുന്നത്. പിന്നെ ഇതാണ് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട്. ഇതാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാതെ ഇതുപോലെ മൂലക്കിട്ട് അത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന TV ഒക്കെ ഇതുപോലെ പുതിയ ബോർഡ് ഇട്ടിട്ട് പുതിയ TV പോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം
ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.